എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ. ഇന്ന് ഒരു സിനിമാ കഥ പറഞ്ഞു തരട്ടെ. വർഷം 2012. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയം. അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ എന്റെ ചേട്ടൻ പറയാ, എടാ ഒരു കിടിലൻ സിനിമ വന്നിട്ടുണ്ട്, അടിപൊളി കോമഡിയും റൊമാൻസ് ഒക്കെ കൂടി ഒരു സിനിമ. എന്നെ പോലെ തന്നെ ചേട്ടന് അത്യാവശ്യം സിനിമാ ഭ്രാന്തനാ. എടാ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് സണ്ണിവനൊക്കെ വരുമ്പോ അതൊരു കിടിലൻ സീനാന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ചിരിക്കണ്ടായിരുന്നു. ഇതും കൂടി കേട്ടപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ആ സമയത്തൊക്കെ ചേട്ടന്റെ കൂട്ടുകാരുടെ കൂടെ ഒട്ടുമിക്ക സിനിമകളും കാണാൻ പോകാറുണ്ട്. പക്ഷെ എനിക്കൊന്നും ആ സമയത്ത് ഒട്ടും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ആ സിനിമയിലെ പാട്ടുകളും ഡയലോഗുകളും ഒക്കെ കേരളത്തിൽ വെറും ട്രെൻഡ് ആയിരുന്നു. കേരളത്തിലെ മൊഞ്ചത്തി കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാക്കിയ സിനിമയായിരുന്നത്. ഞാൻ പിന്നീട് ആ സിനിമ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്നും എനിക്ക് പ്രിയപ്പെട്ട മലയാള സിനിമകളിൽ ഒന്ന് ആ സിനിമയാണ്. കാരണം അതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു ഡിഫറെന്റ് ലവ് സ്റ്റോറി ആയിട്ടായിരുന്നു ആ സിനിമ വന്നത്. കേരളത്തിലെ ആമ്പിളേർക്ക് എന്തിനാണ് സിക്സ് പാക്ക് എന്നുള്ള ഡയലോഗ് ട്രെൻഡ് ആക്കിയ സിനിമ. ഉമ്മച്ചിക്കുട്ടിനെ പ്രേമിച്ച നായരിചക്കന്റെ കഥ പറഞ്ഞ സിനിമ. നമ്മുടെ സ്വന്തം തട്ടത്തിൻ മറയത്ത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഇന്നത്തെ ബിരിയാണി അടിപൊളിയുണ്ട്. അപ്പൊ ഇന്നത്തെയും കള്ളച്ചിരി അല്ലാട്ടാ.